ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റമാണ് കല്ലുമ്മേക്കായ് ഫ്രൈ. ഇവിടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ചിപ്പി എന്ന് പറയും. മസിൽസ് നമുക്കറിയാമല്ലോ, മസിൽസ് എന്നും പറയും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ സീസണാണ്. ഇപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരിയിലാണ് ഇതിൻ്റെ സീസൺ. ഇപ്പോൾ ഇത് 1/2 കിലോ ആണ് ഞാൻ വറുത്ത് വച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. കല്ലുമ്മക്കായ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കല്ലുമ്മക്കായ ഇത് വേവിച്ച് അതിൻ്റെ ഷെല്ലൊക്കെ എടുത്തിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അകത്ത് ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഇനി ക്ലീൻ ചെയ്തിട്ട് എടുത്തു വരാം. നമ്മുടെ ചിപ്പി അഥവാ കല്ലുമ്മക്കായി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അകത്തുള്ള ഡർട്ടൊക്കെ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് 1 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നല്ലതുപോലെ പിസറി വയ്ക്കണം. ഒരുപാടിട്ട് കുഴയ്ക്കാൻ പാടില്ല. ആൾറെഡി ഇത് വെന്തതാണ്. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മസിൽസ് നല്ലതുപോലെ മാരിനേറ്റ് ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഇത് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സെറ്റ് ഇട്ടിട്ട് അടുത്ത സെറ്റ് വറുത്തെടുക്കാം. നമ്മുടെ മസിൽസ് അഥവാ കല്ലുമ്മക്കായി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ടുണ്ട്. ഇത് വെന്തതായതുകൊണ്ട് ഒരുപാട് മൊരിയണ്ട. ലൈറ്റായിട്ട് മസാല പൗഡേഴ്സ് മാത്രം ചൂടായാൽ മതി. ഇനി നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചായയ്ക്ക് പോലും പക്കോട പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് വറുത്ത് വച്ചിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നൊരു ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.